ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ സ്ഥലം വല്ല പരിചയം ഉണ്ടോ? നമ്മുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ആ തൊട്ട് പറയുന്ന ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങളോട് വചനം പ്രകാശിക്കാൻ കർത്താവ് ഇന്ന് കൃപ തന്നു. ഹല്ലേലൂയ. സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5:30 ക്ലാസ്സിലേക്ക് കയറണം. ജീവദാന്ത സുവേചനയാണ്. യുവജനങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് തങ്ങളുടെ ജീവദാന്ത ഏതാണെന്ന് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള ധ്യാനം ഈ വ്യാഴാഴ്ചയുണ്ട് കേട്ടോ. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച രാവിലെ, വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിക്കും 11 മുതൽ 14 വരെ കേട്ടോ. അതാനത് രാവിലെ തീരും. ഹല്ലേലൂയ. പ്രത്യേകം പ്രാർത്ഥിക്കണം. ആരെങ്കിലും യുവജനങ്ങളെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച ദിവസമാകുമ്പോൾ അല്ലേ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ വീക്കെൻഡ് എന്നൊക്കെ പറയും. ഒന്ന് ആഘോഷിക്കാനും 1-2 പെഗ്ഗൊക്കെ എടുക്കാനും അല്ലെങ്കിൽ ഇച്ചിരി മദ്യപിക്കാനും ഒന്ന് കമ്പനി കൂടാനും ഒക്കെയുള്ള ചില ടെൻഡൻസികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞായറാഴ്ച നമ്മൾ ഉല്ലസിക്കണം, വിനോദിക്കണം. ശരിയാണ്, കർത്താവിൻ്റെ സാബത്ത് ദിവസം, വിശ്രമത്തിൻ്റെ ദിവസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഈ മദ്യപാനം എന്തുകൊണ്ടാണ് പാപമെന്ന് പറയുന്നത്? ഒരു പ്രാവശ്യം ഞാൻ ക്രിസ്മസിൻ്റെ തലേദിവസം ഇട്ടതിന് കുറേ പേർക്ക് എന്നോട് ദേഷ്യം തോന്നിയെന്നറിയാം. എങ്കിലും വചനം പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വചനം ശ്രദ്ധിച്ചു. സുഭാഷിതങ്ങൾ 31:5 അവിടെ വചനം പഠിപ്പിക്കുകയാണ്, മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്യപിക്കാൻ സംഭവിക്കുന്നത് ദൈവകൽപ്പനകൾ മറക്കുകയാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് ബോധമില്ല. ഒരു കൃപയുടെ സംസാരമല്ല വരുന്നത്. ജഡത്തിൻ്റെ പല പ്രേരണകളും ചിലപ്പോൾ കയറി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുക. ദൈവകൽപ്പനകൾ മറക്കും. അപ്പം നീ മദ്യപിക്കുമ്പോൾ നിൻ്റെ ആത്മീയത വളരുന്നുണ്ടോ? നിൻ്റെ ആത്മീയതയെ വളർത്താത്തതെല്ലാം പാപമാണ്. അതാണ് മദ്യപിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ മറക്കും. ഒരു ലഗാനം ഇല്ലാത്ത രീതിയിൽ. എന്ന് മാത്രമല്ല, കഷ്ടപ്പെടുന്നവരെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും. നിങ്ങൾ എന്ത് നോക്ക്, മദ്യപിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഭാര്യ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന ആ ഭാര്യയ്ക്ക് വൈകുന്നേരം സ്വല്പം സ്നേഹം കൊടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ആ മക്കളെ ഒന്ന് പരിലാളിക്കാൻ ദിവസം മദ്യപിക്കുന്ന, അല്ലെങ്കിൽ വല്ലപ്പോഴും എങ്ങനെയായാലും ശരി സാധിക്കുമോ? കഷ്ടപ്പെടുന്നവരെ അവകാശങ്ങൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മദ്യപാനത്തെ പല കാരണമുണ്ട് മദ്യപാന ഭാവം എന്ന് പറയാനായിട്ട്. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മദ്യപാനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈശോയുടെ നാമത്തിൽ വിടുതൽ ലംഘിക്കട്ടെ കർത്താവ്. മറ്റുള്ളവർക്ക് അത് ഉപേക്ഷിക്കാൻ പ്രേരണ കിട്ടട്ടെ കർത്താവ്. കർത്താവ് അതിനകത്ത് തകർന്ന് കിടക്കുന്ന, അതിൻ്റെ സങ്കടം അനുഭവിക്കുന്ന കുടുംബിനികളൊക്കെ ആശീർവദിക്കുന്ന കർത്താവ്. മക്കളെ ആശീർവദിക്കും, അവരെല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവ്. ഈശോയുടെ നാമം വഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.